അസ്സലാമു അലൈക്കും. ഇന്നലെ ഇഫ്താറിന് നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താ? ഇന്നലെ പത്തിരി, പിന്നെ കോഴിക്കറി, കോഴി പ്രോട്ടീന്, പത്തിരി കാർബോഹൈഡ്രേറ്റ് അല്ലേ? ഇന്നലെ പുലർച്ചെ കഴിച്ച ഭക്ഷണം എന്താ? നിങ്ങളെന്ത് കഴിച്ചു? ആപ്പിള്, ചിയാ സീഡ്. ഓക്കെ, ഒരു ക്ലാപ്പ് പിടിക്ക്. കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ. ഇറച്ചിയും പൂളയും. ഓക്കെ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലൊരു ഉമ്മനെ കൊണ്ടുവന്നു കേട്ടോ. നോമ്പെടുത്ത് വല്ലാണ്ട് ക്ഷീണിച്ച് വന്നതാണ്. അവസാനം ബോധം കെട്ട് വീണു. എന്നിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് ഷുഗർ നോക്കിയപ്പം 26 ഉള്ളൂ. ഉമ്മ പറഞ്ഞു നോമ്പ് മുറിക്കാൻ പറ്റൂല, എനിക്ക് എന്തായാലും നോമ്പ് മുറിക്കേണ്ടതെന്ന് പറഞ്ഞു. നമ്മളെന്തായാലും കൊടുത്തു, 25% കൊടുത്തു. ഇങ്ങനെ സാധ്യത നോമ്പെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ഇങ്ങനെ നോമ്പെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ? നമുക്കൊരുപാട് അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നോമ്പെടുക്കണ്ടെന്നുണ്ടെങ്കിലും എന്നിട്ടും നോമ്പെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കുറേ. ഈ നോമ്പ് തുടങ്ങിയതിന് ശേഷം ഇതിപ്പോൾ ആരോഗ്യ കൂട്ടായ്മയാണല്ലോ, നമ്മുടെ നോമ്പ് തുറ തന്നെ വലിയൊരു മോഡലാണ്. ഈ നോമ്പ് തുടങ്ങിയതിന് ശേഷവും വ്യായാമം ചെയ്യുന്നവരാരൊക്കെ? ചെറുതായിട്ട്. ഓക്കെ. എന്നാലും ഉമ്മർകോ ഡോക്ടർ നിർത്തിയോ? നടത്തോ? നിങ്ങളോ? അതല്ല, അതുകൊണ്ട് നിർത്തി വെച്ചതാ. നിങ്ങൾ സ്വന്തം ഒരു ഡാൻസ് ഒക്കെ കണ്ടെത്തിയ ആളാണ് അല്ലേ? അപ്പോൾ എന്തായാലും അപ്പോൾ ഈ നോമ്പ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം എന്താണ്? നമ്മളെ വെയിറ്റ് കുറയും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ നോമ്പിൻ്റെ അവസാനം ആകുമ്പോഴേക്ക് നോമ്പ് അടുത്ത സ്ലൈഡ് എടുത്തിട്ടാണ്. ഇപ്പം നമ്മളൊക്കെ നന്നായിട്ട് വിശന്നിരിക്കുകയാണല്ലോ അല്ലേ? ഇപ്പം നമ്മളൊക്കെ നന്നായിട്ട് വിശന്നിരിക്കുക. ഇപ്പം നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന എനർജി എന്താണ്? നമ്മുടെ ശരീരം എന്ത് എനർജി ആയിരിക്കും ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ഒരു ക്ലാസ് പഠിക്കും മൃഗ ഡോക്ടർ. നമ്മളെ ഗുരുവുണ്ട് ഇവിടെ. ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച് ക്ലാസ് എടുക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ എന്നുള്ള. അപ്പോൾ എന്താ, നമ്മളെ ഫാറ്റാണ് ഇപ്പോൾ കത്തിപ്പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന ഈ കൊഴുപ്പെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരു അമിത ഭാരം പേറി നടക്കുക. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങി വരുമായിരുന്നു. ഈ വാങ്ങുന്ന അരി മുഴുവനും നമ്മുടെ തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴൊക്കെ കെട്ടിവെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലത്തെ ഒരു ഫാറ്റ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സാധനമൊക്കെ കത്തിക്കളയാനുള്ള ഒരു അവസരമാണ് ഈ നോമ്പെടുക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്നത്. പിന്നെ ഇൻസുലിൻ്റെ അളവ് കുറയും. പിന്നെ ശരീരത്തിൽ ശേഖരിച്ച് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഈ റേഷൻ കടയിൽ വെച്ച അരി എടുത്ത് വെച്ചിട്ട് പിന്നീട് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ ശരീരത്തിലെ ഈ ഡേഞ്ചർ ആയിട്ടുള്ള കൊഴുപ്പുകൾ നന്നായിട്ട് കുറയും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ റിസൾട്ട് കിട്ടുന്നത്? മാഷ് എന്താണ് ഇതൊക്കെ ചെയ്തിട്ട് നോമ്പിൻ്റെ അവസാനം നോക്കുമ്പോൾ പിന്നെ കൊളസ്ട്രോൾ കൂടിയതാണ് കാണാറ്? എന്താ കാരണം? അല്ല, ഇവിടെയല്ല. നമ്മൾ പിന്നെ ഫുള്ള് നോമ്പ് തുറക്കുന്ന സമയത്ത് ആരോഗ്യപരമായിട്ടുള്ളൊരു നോമ്പ് തുറ അല്ല നടത്തുന്നത്. നമ്മൾ ആരോഗ്യ കൂട്ടായ്മയൊക്കെ ഒരു മോഡലായിട്ടുണ്ടെങ്കിലും പലരും ഇന്നത് അനുവർത്തിക്കാറില്ല. കാരണം നോമ്പായി കഴിഞ്ഞാൽ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഉത്സവം പോലെ എണ്ണക്കടികളും മറ്റും കഴിച്ചിട്ട് എന്താക്കുക, ഇത് മൊത്തം കൊളാക്കുകയാണ് ചെയ്യുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭക്ഷണത്തിൻ്റെ ഉത്സവമല്ല. നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു മെറ്റബോളിക് റീസെറ്റ് എന്നാ പറയാം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാപചയ പ്രവർത്തനങ്ങൾ കിട്ടിയില്ല നമ്മൾ ബയോളജിയിൽ പണ്ട്. ഈ മെറ്റബോളിസം നടക്കുന്നതിൻ്റെ ഒരു വളരെ കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി യൂട്ടിലൈസ് ചെയ്യുക, വേസ്റ്റും ഒഴിവാക്കുക, അങ്ങനത്തെ എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഒരു റീസെറ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടൈമാണ് ഈ നോമ്പിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ ഫാറ്റ് ബേൺ ചെയ്യുന്ന കണ്ടില്ല, അവിടെ കണ്ടില്ലേ, നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യുന്നു, ഇൻസുലിൻ കുറയുന്നു, സ്റ്റോർഡ് ഫാറ്റ് ഇതാക്കുന്നു. അങ്ങനെ നമ്മളെ കുഴപ്പമൊക്കെ നമ്മളെ ഈ നമ്മളെ കുടവേറൊക്കെ കുറയാനുള്ള ഒരു വലിയൊരു അവസരമാണ് നമുക്ക് ഈ ഒരു മാസം കിട്ടുന്നത്. പിന്നെ നമ്മളെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അടുത്തോ ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ നേരത്തെ. നമ്മളെ ഹൃദയത്തിൻ്റെ അടുത്ത സ്ലൈഡ് ഒന്നുകൂടി നെക്സ്റ്റ്. ഓക്കെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് ഒരുപാട് ഗുണം ചെയ്യും. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോള് കുറയാൻ ഏറ്റവും ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നോമ്പുകൊണ്ട് പറ്റും.
പക്ഷേ ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുഴുവനും ഈ എന്താ പറയുക, ഈ എണ്ണക്കടികളും പിന്നെ പൊരിച്ച മീനും അല്ല എല്ലാ ഫ്രൈ ചെയ്ത സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളോട് ഈ ഹൃദയം നമ്മളോട് പറയും, ഈ റമദാൻ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്തിനനുസരിച്ചുള്ള നോമ്പ് ആവുകയില്ല. ഒന്നും അമിതമാവാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്നുള്ള എനർജി നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. അത് ചില കാര്യങ്ങൾക്ക് ഇതാക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് നന്നാവാൻ ഏറ്റവും നല്ലതാണ് നോമ്പ് എടുക്കുക എന്നുള്ളത്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അപ്പം നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് വളരെ കൺട്രോൾഡ് ആയിട്ട് നിൽക്കും. പിന്നെ ഫാസ്റ്റിംഗ് ഷുഗറിൻ്റെ അളവ് കുറയും. പിന്നെ അഡിപ്പോനെക്റ്റിൻ എന്ന് പറയുന്ന നല്ലൊരു ഹോർമോണ് ഉൽപ്പാദിപ്പിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ പ്രമേഹമുള്ളവരൊക്കെ ശരിക്കും എന്ത് ചെയ്യണം, ഇത് ശരിക്കും മോണിറ്റർ ചെയ്യണം. അഡിപ്പോനെക്റ്റിൻ കണ്ടില്ലേ, നമ്മളെ ഇഫ്താർ പ്ലേറ്റ് ബാഡായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നേരെ തല തിരിച്ചുള്ള എഫക്റ്റ് ഉണ്ടാകുക, വളരെ അപകടം ഉണ്ടാകുക. ഇനി അടുത്ത നോമ്പ് കൊണ്ടുണ്ടാകുന്ന വലിയൊരു ഗുണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും പല കാര്യങ്ങളും ഇങ്ങനെ നശിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. ഇത് കുമിഞ്ഞ് കൂടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു വേസ്റ്റ് ബോക്സ് വീട്ടിൽ കുറച്ച് മാലിന്യങ്ങൾ എടുത്ത് വെച്ചിട്ട് അത് അവിടെ തന്നെ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? എടുത്ത് കളയണ്ടേ? ആ എടുത്ത് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താക്കും? ഇതിന് പറയുന്ന പേര് ഓട്ടോഫാജി എന്നാണ്. ഈ ഓട്ടോഫാജി നടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഈ മാലിന്യങ്ങൾ, കോശങ്ങളെ മാലിന്യങ്ങൾ, ഇതെല്ലാം നശിപ്പിച്ച് കളയാൻ നമുക്ക് നോമ്പ് കൊണ്ട് സാധ്യമാവും എന്നുള്ളതാണ്. പക്ഷെ അതിന് നമ്മുടെ കോശങ്ങളുടെ ഒരു ശുചീകരണ പ്രവൃത്തിയാണ് ആ സമയത്ത് നടക്കുന്നത്. ഈ പഴയ കോശങ്ങളൊക്കെ ഇപ്പം പഴയ വേസ്റ്റായി കിടക്കുന്ന കോശങ്ങൾ, അവശിഷ്ടങ്ങൾ, മറ്റ് പലതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ഈ ഒരു സമയത്ത് സാധ്യമാവും. ഇപ്പം നമ്മൾ വാട്സപ്പ് സ്റ്റോറേജിൽ നിറഞ്ഞു നിന്നിട്ട് അത് ഒഴിവാക്കിയിട്ടില്ലേ മൊബൈൽ ഹാങ് ആയി പോകില്ലേ? ആ ഒരു അവസ്ഥയാണ് ഇതെല്ലാ മാലിന്യങ്ങളും അവിടെ ഉണ്ടാവുക. ഈ മാലിന്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ ഓട്ടോഫാജി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസർ സെൽസിൻ്റെ ഒക്കെ അപകടം പിടിച്ച പല കോശങ്ങളെയും പുറന്തള്ളാൻ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വയറിൻ്റെ ആരോഗ്യം എന്നുള്ളത്. ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗട്ട് ഹെൽത്ത്, നമ്മളെ വയറ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മസ്തിഷ്കം എന്നാണ് പറയാം. നമ്മളുടെ ഹാപ്പിനെസ് ഹോർമോൺസ് പലതും സെറട്ടോണിൻ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? ഗട്ട് എന്നാണ്, നമ്മൾ വയറെന്നാണ്. വയറ് എന്ന് പറഞ്ഞാൽ ഒരു തലച്ചോറിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ എന്താണ്? നമ്മളെ ശരീരത്തിൽ ചില ബാക്ടീരിയകൾ എത്തണം, നല്ല ബാക്ടീരിയകൾ, പ്രൊബയോട്ടിക് എന്നാണ് പറയുന്നത്. ഈ പ്രൊബയോട്ടിക്കാണ് നമ്മുടെ ശരീരത്തിലെ ചീത്ത ബാക്ടീരിയകളെ, ചീത്ത സൂക്ഷ്മജീവികളെ കൊന്നു കളയാനും നശിപ്പിക്കാനും ഇത് സഹായിക്കും. രണ്ടാമത്തേത് ഈ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുള്ള, നേരത്തെ ഓട്ടോഫാജിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഈ വേണ്ടാത്ത വിഷവസ്തുക്കൾ, മാലിന്യങ്ങൾ, ഇതിനൊക്കെ തിന്ന് കളഞ്ഞ് നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ ഒരു ഇതിൽ നോമ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്യുക? നമ്മളെ വയറിന് ഒരു 24 hour റെസ്റ്റാണ് കിട്ടുന്നത്. 24 hour ഇല്ല, ആ നോമ്പെടുക്കുന്ന ഇതിന് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയാം. ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നുള്ളത് ഈ അടുത്ത കാലത്താണ് പറയാൻ തുടങ്ങിയത്. മുമ്പൊന്നും അറിയില്ലായിരുന്നു. ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പല രോഗികൾക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വയറിൻ്റെ ഈ മോട്ടിലിറ്റി, ചലനം നന്നാക്കാൻ, പിന്നെ ഈ ഡീടോക്സ് ചെയ്യാമെന്ന് പറയാം. നമ്മൾ ഇതിനൊക്കെ വിഷവിമുക്തമാക്കുക, ഞാൻ പറഞ്ഞില്ല, മാലിന്യങ്ങൾ നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനൊക്കെ ഉള്ള നല്ലൊരു സാഹചര്യമാണ്. ഇതൊക്കെ നമ്മൾ കുളമാക്കുന്നത് നമ്മളുടെ കുത്തഴിഞ്ഞ ഇഫ്താർ സൽക്കാരങ്ങളും മറ്റുമാണ്. പ്രവാചക ചര്യയിലേക്ക് മടങ്ങിയാൽ ഒരു കുഴപ്പമില്ല, ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒക്കെ കിട്ടും. പിന്നെ നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു വലിയൊരു ഗുണം എന്താണ്? നമുക്ക് നോമ്പുകൊണ്ടുണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത്, മാനസികവും ധാർമ്മികവുമായിട്ടുള്ള ബെനിഫിറ്റ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഭക്ഷണം കണ്ടാൽ ആർത്തിയോടെ തിന്നുന്ന ഒരു കൾച്ചറാണ് പൊതുവെ അല്ലേ? ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 2 തരം തീറ്റയുണ്ട്. ഒന്ന് വിശന്നിട്ടുള്ളൊരു തീറ്റി, ഇന്നിപ്പോൾ നമ്മൾ തിന്നാൻ പോകുന്നത് ആ തീറ്റയാണ്. നമ്മളെ നമുക്ക് ഇവിടെ കൈ വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ വിശക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അല്ലാത്ത സമയത്ത് നമുക്ക് ഭക്ഷണം, ഇപ്പം ഇടവണ്ണ അങ്ങാടിക്ക് ഇറങ്ങിയാൽ, മഞ്ചേരിക്ക് പോയി കഴിഞ്ഞാൽ, അല്ല ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു എമോഷണൽ തീറ്റയാണ്.
ഈ എമോഷണൽ ഈ തിന്നുന്ന ഒരു അവസ്ഥയെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു വലിയ സാഹചര്യമാണ് അത്. അത് റെക്കോർഡിങ് അവിടെ ഇരുന്നോളി, കുഴപ്പമില്ല ഇരുന്നോളി, അവിടെ ഇരുന്നോളി. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഈ ഒരു എമോഷണൽ ഈറ്റിങ് ഇതാക്കാൻ അത് ഓക്കെയാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് നമുക്ക് ഭക്ഷണം കണ്ടാൽ ഈ അച്ചടക്കം, ഇപ്പം ഇവിടെ ഒരു പ്ലേറ്റ് മുഴുവനും വലിയ ബിരിയാണി കൊണ്ടുവച്ചാൽ നമ്മൾ തിന്നാതെ നിൽക്കല്ലോ. ഈ ഒരു അച്ചടക്കം ഈ നോമ്പ് കഴിഞ്ഞ് പുലർത്താൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നമ്മളെ പ്രശസ്ത സൈക്കോളജി ട്രെയിനറൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പ്രവാചകൻ പറഞ്ഞ ഭക്ഷണ രീതി എങ്ങനെയാണ്? പതിയെ തിന്നുക, മെല്ലെ തിന്നുക, അല്ലേ? അതിനൊരു അച്ചടക്കമുണ്ട്. ഈ ഒരു അച്ചടക്കത്തിന് നമ്മളിന്ന് മോഡേൺ സയൻസ് അനുസരിച്ച് പറയും മൈൻഡ്ഫുൾനെസ് എന്ന് പറയും, മൈൻഡ്ഫുള്ളായിട്ട് തിന്നാന്ന് പറയും. സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്, കുറച്ചേ തിന്നുള്ളൂ, അല്ലേ? പ്രവാചക ചര്യയിൽ അങ്ങനെയാണല്ലോ ഭക്ഷണം, അല്ലാണ്ട് ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്ന ഒരു സംസ്കാരം അല്ലല്ലോ. അപ്പം അല്ലേ, കറക്റ്റ് അല്ലേ? 3-1. എല്ലാവരും ഒരു ക്ലാപ്പ് പിടിക്കി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കണ്ണ് അടക്കണമെങ്കിൽ അടക്കാം, തുറക്കണമെങ്കിൽ തുറന്നിട്ടും ചെയ്യാം. വെറുതെ ഒന്ന് കൈ വയറുമേൽ വെക്കുക, എന്നിട്ടൊരു 4 സെക്കൻഡ് ശ്വാസം ഉള്ളോട്ടെടുക്കുക, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ഒരു 6 സെക്കൻഡ് പുറത്താക്കി വിടുക. നിങ്ങളെ വയറിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ശൂന്യത ഒന്ന് ഫീൽ ചെയ്യുക. നിങ്ങളിപ്പം വിശപ്പ് അനുഭവിക്കുന്നുണ്ട്. ആ വിശപ്പിനെ അങ്ങോട്ട് എതിർക്കാനൊന്നും പോകണ്ട. അതൊരു അടിയന്തരാവസ്ഥയൊന്നുമല്ല, അത് ഒരു സന്ദേശമാണ്. ഓക്കെ, നിങ്ങളുടെ തലച്ചോറിലേക്ക് ഒരു സന്ദേശം നൽകണം. ഇനി നിങ്ങൾ കയ്യിൽ ഒരു ഈന്തപ്പഴം ഉണ്ട് എന്ന് കരുതുക. ഇപ്പം നിങ്ങൾ നോമ്പിലാണ്, അതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റൂല. ഇപ്പം ഏതാണ്ട് 5:30 സമയമായി. ഇപ്പം ഈ ഈന്തപ്പഴത്തിന് ഈ വിശക്കുന്ന സാഹചര്യത്തിൽ സ്വർണത്തെക്കാളും വിലപ്പെട്ട ഒന്നാണ്. ആ ഈന്തപ്പഴത്തിലേക്ക് പതിയെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു അൽഹംദുലില്ലാഹ്, താങ്ക്സ് ഗോഡ് എന്ന് പറയാം. ഈ ഈന്തപ്പഴം നിങ്ങൾക്ക് തന്ന പടച്ചവന് സ്തുതി പറയാം. എന്നിട്ട് നിങ്ങൾ പാവനിലൂടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നാവിൽ വെക്കുക. ആ നാവിൽ അത് സ്പർശിക്കുന്നതൊന്ന് ഫീൽ ചെയ്യുക, പതിയെ ഒന്ന് ചവക്കുക. അപ്പം നിങ്ങളുടെ വിശപ്പിൻ്റെ മാധുര്യം കൂടുതൽ ശക്തമായിട്ട് തോന്നുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്തത്, നിങ്ങളടുത്ത് ചെറിയൊരു സ്പൂണ് തൈര്, ആ തൈര് എടുക്കുന്നു, അതിൻ്റെ തണുപ്പ് അനുഭവിക്കുന്നു. ഒരു ചെറിയ 2 വർഷം ബദാം, ഒരു 10 എണ്ണം. ഇപ്പം നിങ്ങൾക്കത് കഴിക്കാൻ പറ്റാത്ത ഇതാണ്, നമ്മളത് വെറുതെ ഇമാജിൻ ചെയ്യണം. ഇപ്പം ഒരു ചെറിയ സിപ്പ് വെള്ളം എടുത്ത് നമ്മളിങ്ങനെ കുടിക്കുന്നതായിട്ട് ചിന്തിക്കുക. അത് വായിൽ നാവുമ്പോൾ പതിയുന്നു, എന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതായിട്ട്, മൃദുലമായിട്ട് തൊണ്ടയിലൂടെ ഇങ്ങനെ ഇറങ്ങുന്നതായിട്ട് ചെയ്യുക. എന്നിട്ട് സ്വയം ഒന്ന് ചോദിക്കുക, ഇനിയിപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിതപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുക, അവിടെ ഞാൻ അതൊരു യുദ്ധക്കളമാക്കി മാറ്റുമോ, അല്ലെങ്കിൽ ആ ഭക്ഷണത്തെ ഞാൻ ബഹുമാനിക്കുമോ? സ്വയം ഒന്ന് ചോദിക്കുക. അവിടെ ഒരു യുദ്ധക്കളമാവുമോ, അതോ ഭക്ഷണത്തെ ബഹുമാനിക്കുമോ, ആദരിക്കുമോ? ആദ്യ ഈന്തപ്പഴം കഴിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിർത്തുന്നു. ആ 30 സെക്കൻഡ് എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുന്നു, എന്നിട്ട് നമസ്കരിക്കുന്നു, എന്നിട്ട് പതിയെ ഭക്ഷണം കഴിക്കുന്നു. ഇനി പതിയെ കണ്ണടിച്ചൊക്കെ ഒന്ന് കണ്ണ് തുറക്കുക. ഇപ്പം നിങ്ങൾ വിശപ്പ് മാറിയോ? അല്ലേ? പലപ്പോഴും നമ്മൾ ഈ വിശപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നൊരു മെസ്സേജാണ്, അല്ലേ? ലെപ്റ്റിൻ, ക്രേലിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. നമ്മളെപ്പോഴും ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാലും ഈ ഒരു അച്ചടക്കം നമ്മൾ പുലർത്തണം. കാരണം എന്താണ്, നമുക്കിപ്പം ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു വിളി, തലച്ചോറിൻ്റെ വിളിയുണ്ട്, വയറിൻ്റെ വിളിയുണ്ട്. ഇപ്പം നമ്മൾ കേട്ടത് വയറിൻ്റെ വിളിയാണ്. ഈ വയറിൻ്റെ വിളിയെ പോലും നമ്മളിപ്പോൾ ഒരു രാവിലെ കുറച്ച് നേരം വിശപ്പുണ്ടായാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ വിശപ്പ് സ്വയം ഒന്ന് അടങ്ങുന്നത് കാണാൻ പറ്റും. 20 മിനിറ്റ് വിശപ്പ് നമ്മൾ തലച്ചോറിൽ നിൽക്കുള്ളൂ. 20 മിനിറ്റ് മാത്രം ഈ മെസ്സേജ് അവിടെ നിൽക്കുള്ളൂ. 20 മിനിറ്റിനുള്ളിൽ നമ്മൾ വാരി വലിച്ച് എത്ര കഴിച്ചാലും അത് വയറ്റിക്കെത്തും.
അപ്പം നമ്മൾ വിശപ്പ് ഫീൽ ചെയ്യില്ല. നമ്മൾ എത്ര ചിലപ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമ്മൾ എത്രയോ വാരി വലിച്ചങ്ങോട്ട് വീഴുന്നു. അവസാനം ഇത് ഫില്ലായതൊക്കെ പിന്നെയാണ് നമ്മൾ അറിയാം അല്ലേ. അപ്പോൾ ആ ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് ക്ഷമിച്ചാൽ മതി. ആ സമയത്ത് നമ്മൾ കലോറി കുറഞ്ഞ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അത് ക്ഷമിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ നോമ്പ് നമുക്ക് നൽകുന്ന മറ്റൊരു മാനസിക ബലമാണ് ഡിസിപ്ലിൻ എന്നുള്ളത്. പിന്നെ സ്ട്രെസ് കൺട്രോൾ. ഇപ്പോൾ നിങ്ങളുടെ ഒരാൾ നിങ്ങളോട് ശക്തമായിട്ട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യും. ദേഷ്യം പിടിക്കുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ഇത് നിങ്ങൾ സ്വയം പറയും, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണ്. ക്ഷമിക്കാൻ പറ്റിയില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ആക്കണം. ഇപ്പോൾ ഒരാളോട് ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ശരീരത്തിൽ എന്ത് ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുക? കോർട്ടിസോൾ, അഡ്രിനലിൻ, ഇതുപോലൊക്കെ ഉള്ള ഹോർമോൺസാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി റിപ്പോർട്ട് വന്നിരുന്നു. ഒരു 160 ആളിലാന്ന് തോന്നുന്നു നടത്തിയൊരു പഠനമാണ്. ഇവരെ പകുതിയും 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഒരു പകുതിക്ക് എന്ത് ചെയ്തു, അവർക്കൊരു ടാസ്ക് കൊടുത്തു. അവർ ഡെയിലി അരമണിക്കൂർ ന്യൂസ് കാണണം. ബാക്കി പകുതി പേർക്ക് മറ്റൊരു ടാസ്ക് കൊടുത്തു, അരമണിക്കൂർ എന്ത് കാണണം? വെറും കോമഡി ഷോ കാണണം. അവസാനം ഇവർക്ക് ഈ സ്റ്റഡി നടത്തിയ എല്ലാവരും ഒരു പ്രാവശ്യം ഹൃദയാഘാതം ഉണ്ടായവരാണ്. അവരിൽ ഓൾറെഡി ഹൃദയാഘാതത്തിൻ്റെ റിസ്ക് മാർക്കേഴ്സൊക്കെ എലിവേറ്റഡ് ആണ്. ഇവരിൽ പിന്നീട് 16 ആഴ്ച കഴിഞ്ഞ് ഇവരെ ബ്ലഡ് ടെസ്റ്റ് നോക്കിയപ്പം എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഈ ന്യൂസ് കണ്ട ആൾക്കാർക്ക് അത് ഒരുപാട് കൂടിയ സാഹചര്യവും ഈ തമാശ കണ്ടവർക്ക് വെറും അരമണിക്കൂർ കേട്ടോ കണ്ടവർക്ക് എന്താണ് ചെയ്തത്? ഈ മാർക്കേഴ്സ് ഒന്നുകിൽ ആ ലെവലിൽ അല്ലെങ്കിൽ താഴോട്ട് പോയി എന്നുള്ളതാണ്. അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് നമുക്ക് ഈ നോമ്പിന് നമ്മൾ ആർജിക്കുന്ന ഈ ഒരു ശക്തി, ഈ ഒരു എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയാം, വൈകാരിക ജ്ഞാനം. നമുക്കിപ്പോൾ ദേഷ്യം പിടിക്കാൻ വന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് ഭീതി വന്നു, അപ്പം നമുക്ക് റെസ്പോൺസ് നമ്മുടെ ശരീരത്തിൽ അപ്പം വരും. ആ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്ന, നമുക്ക് ലോജിക്കായിട്ട് പഠിച്ചോൻ തന്ന ഈ ബ്രെയിൻ്റെ എഫക്റ്റ് അല്ല. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനുഷ്യനാവാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ച് ദേഷ്യം പിടിക്കുമ്പോൾ 2 മൃഗങ്ങൾ തമ്മിലുള്ളൊരു ഫൈറ്റിംഗ് അവിടെ നടക്കുക. മനസ്സിലായില്ലേ? ആ സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് അപകടങ്ങളുണ്ടാകുക. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വ്യത്യാസം. അതൊരു ഒരു ദിവസം ചർച്ച ചെയ്തിട്ടോ ഒരു മീഡിയേറ്റർ വെച്ചിട്ടോ ഒക്കെയാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് അത് എന്താക്കും? അപ്പോൾ ഈ ഒരു എമോഷണൽ ഇൻ്റലിജൻസ്, ഒരു വൈകാരിക അവബോധം, വൈകാരിക നോളജ്, ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ നോമ്പ് കൊണ്ട് സാധ്യമാവും. നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യവും കൺട്രോൾ ചെയ്യാം. അപ്പോൾ റമദാൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന്, വയറിന് മാത്രമുള്ള എക്സസൈസ് അല്ല, നമ്മളെ ഇത് മാത്രമല്ല, നമ്മുടെ തലച്ചോറിനുള്ളൊരു ഇത് കൂടിയാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പുലർച്ചെ ഭക്ഷണം കഴിക്കണം, അതിലൊരു ബറക്ക ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബറക്ക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. അത് എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടായാലും അതിൽ വലിയ സംതൃപ്തി അനുഭവപ്പെടുന്നൊരവസ്ഥയാണ്. ചെറിയ ഭക്ഷണത്തിലും വലിയ സംതൃപ്തി, ചെറിയൊരു സമയത്തിലും കൂടുതൽ ഫലം കിട്ടുക, ഒരു സാധാരണ പ്രവൃത്തിയും ആരാധന പോലെ ആയി മാറുന്നൊരവസ്ഥയാണ്. നമുക്കൊരു നീയത്തോടെ, ഒരു ഇൻറ്റൻഷനോടെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മാവിനും നമ്മുടെ ശരീരത്തിനുമൊക്കെ, നമ്മുടെ ആത്മാവിനും മനസ്സിന് കിട്ടുന്ന സന്തോഷം, മനസ്സിന് കിട്ടുന്ന പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കിട്ടൂല. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ശരീരവും രണ്ടാണെന്ന് വിചാരിക്കരുത്. പലപ്പോഴും നമ്മളിപ്പോൾ ഒരാൾക്ക് പലപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായ ചിന്തകളുമായിട്ട് വരും. ഇത് ശരീരത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ എന്നും ദുഃഖിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ പ്രശ്നം തന്നെയാണ്, അത് മനസ്സിൻ്റെ പ്രശ്നമല്ല. കാരണം ഈ ദുഃഖം ഉണ്ടാകുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ നമ്മുടെ ശരീരമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹോർമോണാണ് അപകടം ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണം എന്ന് പറയുന്നത്. ഇന്ന് നോമ്പായിട്ട് എനിക്ക് ലാഫ്റ്റർ യോഗ കാണിക്കാൻ ഒരു മടിയുണ്ട്, പക്ഷെ മടി ഇരിക്കുന്നത് പൊട്ടത്തരാണ്. നമ്മൾ ചിരിക്കണ്ട വേണ്ടത്. നോമ്പിനാരോ ചിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ മുൻകാലത്തായിട്ട് ഇങ്ങനെ എഴുതി പോരുന്ന ഒരു കാര്യമാണ്. ചിരിച്ചാലെന്തോ അപ്പുറത്തിരുന്ന് 2 സംഘടനകൾ പറഞ്ഞ് തർക്കിക്കലൊക്കെ ഏറ്റവും കൂടുതൽ നോമ്പിനായിരിക്കും. ഒന്ന് ചിരിച്ചാൽ പറയുമോ നോമ്പാണ് ചിരിക്കാവോ എന്ന്. പക്ഷെ നമ്മൾ ചിരിക്കാൻ വേണ്ടത് നോമ്പിന്. കാരണം ഏറ്റവും പോസിറ്റിവിറ്റിയുടെ ഒരു വസന്തകാലാണ് നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ ലക്ഷ്യം കിട്ടാത്ത നോമ്പിന് എന്ത് ഫലം ഉണ്ടാവുക? ഈ ലക്ഷ്യം കിട്ടണമെങ്കിൽ നമ്മൾ ചിരിക്കണം അല്ലേ? ഒന്ന് ചിരിക്കണോ? ഇങ്ങനെ സാധാ ചിരിച്ചാൽ മതി. ഓക്കെ. അപ്പം നമുക്ക് ഈ നോമ്പ് കൊണ്ടുള്ള ഏറ്റവും ഗുണങ്ങൾ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ എല്ലാവരും സുബി ബാങ്ക് അടുപ്പിച്ചാണ് ഭക്ഷണം കഴിക്കാറല്ലേ? സുബി ബാങ്കിൻ്റെ 1 മണിക്കൂർ മുമ്പ് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നില്ല ഒരാൾ? കൈവെക്കോ?
ഇതാ അരമണിക്കൂർ. എന്നാലും അടുപ്പിച്ചുള്ള സമയത്ത് കഴിക്കണം എന്നാണല്ലോ അല്ലേ റസൂലിൻ്റെ ചര്യ. അങ്ങനെയാണ്, അതാണ് ഏറ്റവും അതിൻ്റെ ഒരു കറക്റ്റ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ബാങ്ക് കൊടുക്കുന്ന ആ സമയത്തോട് അടുപ്പിച്ചിട്ട് നമ്മൾ എപ്പോഴും ഈ പുലർച്ചക്കുള്ള പ്രഭാത ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ദിവസം മുഴുവനും നമ്മുടെ വയറ് ഫുള്ളായി നിൽക്കും. പിന്നെ നമ്മൾക്ക് ജലാംശം യഥാർത്ഥ രീതിയിൽ നിലനിർത്തുന്നുള്ളതാണ്. ഇപ്പോൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും 2 ഗ്ലാസ് വെള്ളം ആദ്യം കുടിച്ചിട്ട് വേണം നോമ്പ് നോൽക്കാൻ. അപ്പം പിന്നെ അത് മാത്രമല്ല, ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നോമ്പ് തുറന്നിട്ടും ഇതില്ലേ നോമ്പ് തുറന്നത് തൊട്ട് നോൽക്കുന്നത് വരെ നമ്മൾ വല്ലാണ്ട് ഇത് കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല. ആ വെള്ളം കുടിക്കൽ വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കോഫിയൊക്കെ നന്നായിട്ട് കഴിക്കുന്നത്, കോഫി ചായയൊക്കെ എല്ലാവരും വല്ലാണ്ട് കഴിക്കാറുണ്ട്. അതൊന്നും നമുക്ക് അത്ര ഗുണം ചെയ്യില്ല. കോഫിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിർജ്ജലീകരണം ഉണ്ടാവും. പിന്നെ നമ്മളുള്ള ജലം നശിച്ചു പോകുന്ന ഡയൂററ്റിക് ആയിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഫാറ്റ് ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ, പ്രത്യേകിച്ച് നട്ട്സ്, സീഡ്സ്, ഒലീവ് ഓയിൽ, അതൊക്കെ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനൊക്കെ നല്ലതാണ്. പിന്നെ പ്രോട്ടീൻ, കോഴിമുട്ട, യോഗട്ട്, ഇതുപോലത്തെ സാധനങ്ങൾ, ഇതൊക്കെ കഴിക്കാം നമുക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ അരിഭക്ഷണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പത്തിരി കഴിച്ചല്ലാരും ഒരാൾക്ക്. പത്തിരി മോശമല്ല, എന്നാലും എല്ലാ ദിവസവും പത്തിരി കഴിക്കുന്നല്ലാരാ? പത്തിരി 2-3 കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ പച്ചക്കറി കഴിച്ചാൽ മതി. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ ഇല്ല, ഷുഗറായിട്ട് തന്നെയല്ലേ മാറുക. വെള്ളരിയാണല്ലോ. നമ്മളിപ്പോഴും ഈ നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ നമ്മൾ ശരിക്ക് ഈ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ഓട്സ് ഇങ്ങനത്തെ ഒക്കെ നാരടങ്ങിയത് കഴിക്കും. നമ്മൾ ശരീരത്തിന് ഏറ്റവും ആവശ്യം നാരാണ് ഏറ്റവും ആവശ്യം. അല്ലാണ്ട് നമ്മൾ പത്തിരിയും ഇതും മൈദയും ഒന്നല്ല. അത് കഴിക്കേണ്ടതെന്നല്ല കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ മറ്റ് പച്ചക്കറികളൊക്കെ കടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള മുഴുധാന്യങ്ങൾ, ഓട്സ്, ഇതൊക്കെ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി ആയിട്ട് നമ്മളെ എനർജി നിലനിർത്താൻ പറ്റുന്നുള്ളതാണ്. പിന്നെ വെള്ളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് വാട്ടർ മെലോണ്, കുക്കുംബർ എപ്പോഴും നല്ല കാര്യമാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ചൂടുള്ള കാലം, ഈ കാലത്ത് നമ്മൾ എന്തായാലും 2 ഗ്ലാസ് വെള്ളവും 2 കാരക്കയും കഴിച്ചിട്ടാണല്ലോ നോമ്പ് തുറക്കുക. പ്രമേഹമുള്ളവരാണെങ്കിൽ 1 കാരക്ക, മാക്സിമം 5 കാരക്ക വരെ കഴിക്കാം. 3 ഏറ്റവും ഉചിതം. ഇത് കഴിച്ച് കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ഒരു ആസിഡിറ്റി കുറച്ച് കൂടാൻ സാധ്യതയുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കക്കരിക്ക, അത് അവിടെ പ്രത്യേകിച്ച് നമ്മൾ ആരോഗ്യ കക്കരിക്ക അവിടെ മുറിക്കുന്നത് കണ്ടിരുന്നു. നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ മാഷേ? അവിടെ കക്കരിക്ക പ്രത്യേകം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മോഡലാണ്, പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ. പിന്നെ ഓറഞ്ച് വേണമെങ്കിൽ കഴിക്കാം. ഒരു കാരണവശാലും ഇവിടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഷുഗർ അടങ്ങിയ പാനീയങ്ങൾ വല്ലാണ്ട് കഴിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് നോമ്പ് കൊണ്ട് കിട്ടുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മാസം നമുക്ക് അവിടെ ഒന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം കഴിയുമ്പോഴേക്ക് ചിലപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർവീക്കം എന്ന് പറയും. ഈ നീർവീക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു കുരു ഉണ്ടായി, അവിടെ ഒന്നായിട്ട് ചളിയോ ആവുന്നൊരവസ്ഥയാണ്. അതിൻ്റെ നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മമായ അവസ്ഥയാണ് നീർവീക്കം എന്ന് പറയാം. നീർവീക്കം വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാകെ ചളിപിളിയാവും. അപ്പം നമ്മളെ ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴലുണ്ട്, അതിൻ്റെ പേര് കൊറോണറി ആർട്ടറി എന്ന് പറയും. അതിൻ്റെ അടിയിലെ ലെയറിൽ ഈ നീർവീക്കം ഉണ്ടായാൽ അവിടെ ചളിപിളിയായി ആകെ കൊളസ്ട്രോൾ അടിഞ്ഞ് കാൽസ്യത്തിൻ്റെ മതിലുകൾ കൊണ്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കി, ഇതെല്ലാം കൂടി ആക്കുമ്പോഴേക്ക് ഇൻഫ്ലമേഷൻ, നീർവീക്കം ഉണ്ടായി, അതവിടെ ഉണ്ടായി, അതാണ് പിന്നെ ബ്ലോക്കായിട്ട് മാറുന്നത്. ഈ നീർവീക്കം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഷുഗർ അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. അത് മാക്സിമം കുറക്കുക, മാക്സിമം. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ തോന്നാരോ സ്റ്റീവിയ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഷുഗറിന് ആൾട്ടർനേറ്റീവ് ഉപയോഗിക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ല, 0 കലോറിയാണ്. സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ട് ഷുഗറിന് പകരമായിട്ട് ചായയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേക്കറിയൊക്കെ ഇറങ്ങി ഞാൻ കണ്ടിരുന്നു. ഇവിടെ ഇടവണ്ണുള്ള ആരോ തന്നെ തുടങ്ങിയെന്ന് തോന്നുന്നില്ലേ? ഇവിടെയുള്ള ആരോ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം അതൊക്കെ ഉപയോഗിച്ചാൽ എന്താണ്, അത്ര ഒരു സ്റ്റീവിയക്ക് അത്ര ഒരു ഇൻഫ്ലമേഷൻ ഇത് ഉണ്ടാക്കില്ല. അപ്പോൾ ഈ നീർവീക്ക് ഉണ്ടാക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ രക്തക്കുഴലിലൊക്കെ ഈ ഇവിടെ ഇങ്ങനെ ചളിയും ഇതൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്ന പോലെ ഒരവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ലെവലിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം എന്ന് പറഞ്ഞാൽ. കോശങ്ങൾ തൊട്ട് ഈ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളും അമിതമായിട്ട് എണ്ണക്കടികളും കഴിക്കുമ്പം
നമ്മളെ ശരീരത്തിൽ ഇതുപോലുള്ള ഒരു മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൊരു ബോധ്യവും ഒരു ചിത്രവും നമ്മുടെ മൈൻഡിൽ തെളിഞ്ഞാൽ നമുക്ക് കുറേ കുറക്കാൻ പറ്റും. പിന്നെ ഓവറായിട്ട് ഭക്ഷണം കുറയ്ക്കുന്നത് ഒഴിവാക്കണം. പിന്നെ പലപ്പോഴും നമുക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ചിലവർ വെറുതെ ഇങ്ങനെ നോമ്പെടുക്കുന്നത് കാണാം. പ്രസവം, ഇതിനൊക്കെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു കാരുണ്യമാണ്. അത് നമ്മൾ ശരീരത്തോട് ചെയ്യുന്ന ഒരു ഹാമായിട്ട് മാറാൻ പാടില്ല. നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അല്ലേ. അപ്പം ഈ ഒരു നോമ്പിന് അപ്പം ഇപ്പം ഇത്രയും പറഞ്ഞതിൽ എന്തൊരു ചലഞ്ച്, എന്തൊരു മാറ്റം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുക? എന്തൊരു മാറ്റം വരുത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഫുഡ് കൺട്രോൾ, എണ്ണക്കടികളൊന്ന് കുറക്കണം എന്ന് ആഗ്രഹിക്കുന്നല്ലോ, പൂർണ്ണമായി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നല്ലോ ഉണ്ടോ? ഇന്നത്തെ നോമ്പ് തുറ കഴിഞ്ഞിട്ടാക്കല്ലേ ഇല്ല പക്ഷേ ഇന്നത്തെ നോമ്പ് തുറ കഴിഞ്ഞിട്ടാക്ക. ഓക്കെ, അങ്ങനെ ഒരു തീരുമാനം, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വലിയ വലിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ സമൂസ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം അധികം കുടിക്കും നോമ്പ് തുറക്കുമ്പോൾ എന്നൊക്കെയുള്ള രീതിയിൽ. തറാവി കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കും. ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളം നോമ്പ് നോറ്റ് തുറന്നിട്ട് നോക്കുന്നതിൻ്റെ ഇടയിൽ കുടിക്കുന്നവരാരൊക്കെയാണ് ഉള്ളത്? 8 ഗ്ലാസ് വെള്ളം. ഒരു ക്ലാപ്പ് കുടിക്കി. 7 കുറച്ച് കഴിക്കുന്നവരാരൊക്കെ ഒന്ന് പൊക്കി എടുക്ക്. 7 തൊട്ട് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഇവർക്ക് ഇന്ന് തൊട്ട് മാറാൻ തയ്യാറാകണമല്ലോ അല്ലേ? ഇന്ന് തൊട്ട് 7 തൊട്ട് 8 ഗ്ലാസ് കഴിക്കാൻ വേണ്ടി തയ്യാറാകണം. അതിനുവേണ്ടി ക്ലാപ്പ് എടുത്തോളി. പിന്നെ എക്സസൈസ്. ഈ നോമ്പായിട്ട് ആരാ എക്സസൈസ് നിർത്താൻ പറഞ്ഞത്? കാരണം നമുക്ക് ഈ നോമ്പ് കൊണ്ടുള്ള പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സസൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുന്നൊരു ദിവസവും ചെയ്യാത്ത ദിവസവും എന്താ ഡിഫറൻസ് ഇല്ലേ? ഒരു ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് നിസ്കാരത്തിൽ കിട്ടുന്ന കോൺസെൻട്രേഷനും ചെയ്യാത്ത ദിവസം നിസ്കാരത്തിൽ കിട്ടുന്ന കോൺസെൻട്രേഷനും മാറ്റല്ലേ? ഉന്മേഷം ഉണ്ടാവും. നമുക്കൊരു ഭക്തിയൊക്കെ ശരിക്കും കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരം അതിൻ്റേതായ രീതിയിൽ പാകപ്പെടണം. അപ്പോൾ അതിന് വ്യായാമം ആവശ്യമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും ഞാൻ കാണിക്കാറുണ്ട്. നമ്മൾ പല്ല് തേക്കുമ്പോൾ തന്നെ വ്യായാമം തുടങ്ങാറുണ്ട്. ഞാൻ പല്ല് തേക്കുമ്പോഴാണ് വ്യായാമം തുടങ്ങാറുള്ളത്. ഞാനെന്താ ചെയ്യുക, ഇങ്ങനെ വാൾ സ്ക്വാറ്റ് പൊസിഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇടത് കൈയോട് പല്ല് തേക്കും. ഇടത് കൈയോട് തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലത് കയ്യനാണ്. ഇടത് കൈയോട് തേക്കുമ്പോൾ തലച്ചോറിന് നല്ലൊരു എക്സസൈസാണ്. നമ്മുടെ ബുദ്ധിശക്തി കൂടാനും നമ്മൾ ഓർമ്മശക്തി ഡെവലപ്പ് ചെയ്യാനൊക്കെ നല്ലത്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ട് ചെയ്യാം. അതിന് വേണമെങ്കിൽ പുതിയൊരു ഭാഷ പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് പല്ലെന്തായാലും തേക്കല്ലോ. അപ്പോൾ 2 മിനിറ്റ് പല്ല് തേക്കുമ്പോൾ കിട്ടി, വാൾ സ്ക്വാറ്റ് പൊസിഷനിരിക്കുമ്പോൾ വ്യായാമവും കിട്ടി. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോടൊപ്പം അങ്ങോട്ട് വ്യായാമം ചേർത്തിയാൽ മതി. അല്ലാതെ അതിനായിട്ടൊരു സമയം കണ്ടെത്തിയാൽ ഏറ്റവും നല്ലത്. ഇനി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഇപ്പം ഷേവ് ചെയ്യുമ്പോൾ ഒന്ന് കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് ചെയ്താൽ മതി. ഒരു വ്യായാമം കിട്ടിയില്ലേ? ഇല്ലേ മാഷേ? പിന്നെ വലിയ ഇൻറ്റൻസിറ്റി കൂടിയ വ്യായാമം ഒന്നും ചെയ്യണ്ട. പിന്നെ നോമ്പിന് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എപ്പോഴൊക്കെയാണ്? ഒന്ന് ഇഫ്താറിൻ്റെ 30 തൊട്ട് 35 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാം. പിന്നെ ഇഫ്താറിന് 30 തൊട്ട് 45 മിനിറ്റ് മുമ്പ്. പിന്നെ ഇഫ്താർ കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം. പിന്നെ രാവിലെ ചെറിയ ചെറിയ നടത്തങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്തൊക്കെ സാധാരണ നടത്തം ചെയ്യാം? ജെൻറ്റിൽ യോഗ എക്സസൈസ് ചെയ്യാം, ലൈറ്റ് സൈക്ലിംഗ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഷോൾഡർ റോളൊന്ന് ചെയ്യാമല്ലോ. ഇവിടുന്ന് ഇപ്പോൾ കുറേ നേരം അതിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഷോൾഡർ റോൾ ചെയ്യാമല്ലേ? ഒന്ന് ചെയ്തോളി എല്ലാവരോടും അല്ലേ? ഒന്ന് ഇങ്ങോട്ടും ചെയ്യാം. ഓക്കെ, ഇനിയൊരു നെക്ക് സ്ട്രെച്ച് ചെയ്യാം അല്ലേ? നെക്ക് സ്ട്രെച്ച്. ഇവിടെ ഭക്ഷണം ചെയ്യാതായി പോട്ടോ. ഇനിയൊരു കാഫ് റൈസ് ചെയ്യാം. എന്താ അപ്പം ഇതൊക്കെ നല്ല അങ്ങ് രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. സമയം വൈകുകയാണ്. പിന്നെ ഇഫ്താർ എങ്ങനെ ഓക്കെ ഒരു ചെറിയൊരു ഔദ്യോഗിക സെഷൻ ഉണ്ട്. ഇവരൊക്കെ പഞ്ചായത്ത് ബസ് ഇതൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ? അത് എന്നാ ഓക്കെ. എന്നാൽ അപ്പം നമുക്ക് നോമ്പ് തുറക്കേണ്ട ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും നല്ലൊരു നോമ്പ് എന്ന് പറഞ്ഞാൽ 3 കാരക്കയും വെള്ളവും
കുഴിച്ച് തുടങ്ങുക. 3 കാരക്കയും വെള്ളവും. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം. വെജിറ്റബിൾ സൂപ്പ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ലീൻ പ്രോട്ടീൻ, ഗ്രിൽഡ് ആയിട്ടുള്ള ഫിഷ്, ചിക്കൻ ഇതൊക്കെ കഴിക്കാം, ഗ്രില്ലാക്കിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എണ്ണക്കടി കഴിക്കാൻ അത്രയ്ക്ക് പൂതിയുള്ളവരാണ് എന്ത് ചെയ്യുക, നമുക്ക് മറ്റേ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടാക്കാം. പിന്നെ ഈ മോമോസ് എന്ന് പറഞ്ഞൊരു സാധനം ട്രെൻഡ് ഉണ്ട്. മോമോസ് കഴിക്കുന്നവരാരൊക്കെയാണ്? നമ്മൾ ഇടവണ്ണ അവിടെ കണ്ടിട്ടുണ്ട് മോമോസ്. ഇപ്പോൾ ഇടവണ്ണ പുതിയ എന്തൊരു സംഭവം വന്നില്ലേ നമ്മളവിടെ തത്തപ്പുര ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു ഫുഡ് സ്ട്രീറ്റ് വന്നിട്ടുണ്ടല്ലോ, അവിടെ ഞാൻ പ്രത്യേകം മോമോസ്. ആ മോമോസിൽ അത്ര ശേഷം മോമോസും ഫ്രൈ ചെയ്ത് കഴിക്കുന്നവരുണ്ട്. അതിൽ കാര്യമല്ല, മോമോസ് കഴിക്കുക, എയർ ഫ്രൈ ചെയ്തിട്ട് ഈ എണ്ണക്കടികൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കാം നമുക്ക്. പിന്നെ മെലിഞ്ഞ പ്രോട്ടീന്, ഗ്രില്ല് ചെയ്ത ഫിഷ്, ചിക്കണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഴുധാന്യങ്ങളുടെ ബ്രെഡ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മട്ടരി, ഇങ്ങനത്തതൊക്കെ എടുക്കാം. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ പുലർച്ചക്കത്തെ ഭക്ഷണം ശരിക്കും കഴിക്കാതെ നോമ്പ് നോക്കുന്നവരാളുള്ളത്. പുലർച്ചെ ഭക്ഷണം ശരിക്കും കഴിക്കാതെ ഒരിക്കലും ഉണ്ടാവും. ഒരിക്കലും അത് സുഹൂർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഈ മെറ്റബോളിസം ശരിക്കും നടക്കണമെങ്കിൽ നമ്മൾ റസൂല് പറഞ്ഞ ആ ഒരു ചര്യയിലൂടെ തന്നെ നോമ്പെടുക്കണം. അപ്പോഴേ നേരത്തെ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാവും, അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. പിന്നെ പ്രോട്ടീൻ നമ്മൾ ഉൾപ്പെടുത്തുക. രാവിലെ കോഴിമുട്ട, പാല് അല്ലെങ്കിൽ തൈര് ഇതൊക്കെ കഴിക്കുന്നവരാരാ? ക്ലാപ്പ് പിടിക്ക്. കാരണം ഒരു ദിവസം നമുക്ക് നല്ല സ്റ്റേണായി നിൽക്കണമെങ്കിൽ എന്തായാലും പ്രോട്ടീൻ അവിടെ കിട്ടണം. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. കാരണം നമുക്ക് വയസ്സാവുന്നത് ഈ പ്രോട്ടീൻ കുറയുമ്പോൾ. മനസ്സിലായില്ലേ? ഈ പ്രോട്ടീൻ ഒരിക്കലും നഷ്ടപ്പെട്ടു വന്നൊരു സാഹചര്യം ഉണ്ട്. നമുക്ക് വേണ്ടത് പ്രോട്ടീനാണ്. നമ്മൾ ശരീരത്തിന് എപ്പോഴും എങ്ങായി നിൽക്കണമെങ്കിൽ പ്രോട്ടീൻ കിട്ടണം. അത് പിന്നെ മുഴുധാന്യങ്ങൾ ഉപയോഗിക്കുക. ഒരു കാരണവശാലും ഒരുപാട് ഉപ്പടങ്ങിയ ഭക്ഷണം കഴിക്കരുത്. ഉപ്പടങ്ങിയ ഭക്ഷണം ഒരുപാട് കഴിച്ചാൽ അതും ഞാൻ പറഞ്ഞല്ലോ ഈ നീർവീക്കം ഉണ്ടാക്കും, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. പക്ഷെ മറിച്ച് നമ്മൾ കഴിക്കേണ്ട മറ്റൊരു സാധനം എന്താ? ഉപ്പിൻ്റെ ഒരു എതിരാളിയുണ്ട്. ഉപ്പിലെന്താ അടങ്ങിയത്? സോഡിയം. സോഡിയത്തിൻ്റെ എതിരാളി ആരാണ്? പൊട്ടാസ്യം. ഈ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കാൻ വേണ്ടി. നേന്ത്രപ്പഴം വേണമെങ്കിൽ പുഴുങ്ങിയത് രാവിലെ കഴിക്കാം. അത് നോമ്പ് കഴിഞ്ഞിട്ടും ചെയ്യാം. നേന്ത്രപ്പഴം നല്ല, അത് കിഡ്നിക്ക് രോഗങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. കിഡ്നിക്ക് രോഗമുള്ളവരാണെങ്കിൽ പൊട്ടാസ്യം പ്രശ്നങ്ങൾ വരും. അല്ലാത്തവർക്ക് ഹൃദയാഘാതം വരാതിരിക്കാനൊക്കെ നല്ലൊരു സംഭവമാണ് നേന്ത്രപ്പഴം. പിന്നെ അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്, അത് പിന്നെ ആർക്കും അത്ര ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. വല്ലാതെ പഴുക്കാത്ത നേന്ത്രപ്പഴം എടുത്ത് പുഴുങ്ങുന്നതാണ് നല്ലത്, വല്ലാതെ പഴുക്കാത്തത്. പിന്നെ ഗോതമ്പ്, പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇതും ചെയ്യാൻ പാടില്ല. പിന്നെ ഉറക്കം മസ്റ്റാണ്. പലപ്പോഴും നമ്മൾ പുലർച്ചക്കൊക്കെ എഴുന്നേറ്റിട്ട് വാട്സപ്പൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആരാളുള്ളത്? രാവിലെ. ഒരു കാരണവശാലും ഉണ്ടാവരുത്. ഉറക്കത്തിലൊരു എക്സ്ക്യൂസും ചെയ്യരുത്. ഒരു തറാവി കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നവരുണ്ടാവരോ? തറാവി കഴിഞ്ഞിട്ട് നടക്കുന്നവരുണ്ടോ? ഓക്കെ, മാഷ് ഫുള്ള് എല്ലാത്തിലും A+ വാങ്ങി പോവുകയാണല്ലേ. അപ്പോൾ വേണമെങ്കിൽ തറാവി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയും പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ കുറച്ച് നടക്കാനുള്ള പിന്നെ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു ഉച്ചമയക്കം നല്ലതാണ്. അതും എല്ലാവരും ചെയ്യാറില്ലേ? ചുരുക്കി പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സിൻ്റെ മാസമല്ല, അതൊരു ഒരു അച്ചടക്കത്തിൻ്റെ മാസമാണ്. നമ്മൾ അടുത്ത 11 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു കലാലയമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു അച്ചടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് തിന്നാൻ പഠിച്ചല്ലോ, അതുപോലെ ആ ഒരു അച്ചടക്കം പുലർത്തി കഴിഞ്ഞാൽ എന്നും ഹെൽത്തി ആയി നിൽക്കും. കാരണം നമ്മളെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ പ്ലേറ്റാണ്. പ്രായം വെറും നമ്പർ പ്ലേറ്റാണ് അല്ലേ? അതിൽ കാര്യമല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആ ബയോളജിക്കൽ ഏജ് നമുക്ക് തീരുമാനിക്കാം അത് എവിടെ എത്തണം. അത് നമ്മൾ ഓരോ ദിവസത്തെ ജീവിത ശീലങ്ങളിലൂടെയാണ് നമ്മുടെ ബയോളജിക്കൽ ഏജ് നമ്മൾ ഫിക്സ് ചെയ്യുക. അതിപ്പോൾ 45, നിങ്ങൾക്കിപ്പോൾ നമ്പർ പ്ലേറ്റ് എത്ര വയസ്സ്? 74. ഞാൻ പറയുന്നത് ഇവരെ ബയോളജിക്കൽ ഏജ് ഒരു 68 64. കൂടി ആരോഗ്യ കൂട്ടായ്മയുള്ള എല്ലാവർക്കും ഒരു 8 വയസ്സ് 9 വയസ്സ് കുറവായിരിക്കും. കാരണം ഈ വ്യായാമം ചെയ്യുകയും ഈ സ്ട്രെസ് മാനേജ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറവായിരിക്കും. നമുക്ക് 250 വയസ്സ് വരെ സുഖമായി ജീവിക്കാം. അതിന് ചെയ്യേണ്ട കാര്യം എന്താ? രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കരുത്. അത് നിങ്ങൾ നേതാക്കന്മാരാണേലും വായിക്കരുത്. കാരണം ഇത് തലയിലൊക്കെ ടോക്സിക് ഇൻഫർമേഷനാണ്. നമ്മൾ പത്രം വായിക്കരുത് പറയാൻ കാരണം എന്താണെന്നറിയോ? ശൈലേഷേ, എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ.
വായിക്കുന്നത് പറയാൻ കാരണം ഇതിൽ വരുന്ന ടോക്സിക് ഇൻഫർമേഷൻ നമ്മളെ തലയിൽ അപ്പം എന്താക്കും, ഒരുപാട് സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാക്കും, കോർട്ടിസോൾ ഉണ്ടാക്കും. ഈ കോർട്ടിസോൾ അപകടമാണ്, ഇത് കൂടിക്കഴിഞ്ഞാൽ അപകടമാണ്. അതേസമയം രാവിലെ നിങ്ങൾ ബോബനുമോളിയാണ് വായിക്കുന്നതെങ്കിൽ അതല്ല ഉണ്ടാവുക, സെറട്ടോണിൻ ഉണ്ടാവുക അല്ലേ? പക്ഷേ പറഞ്ഞു മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വായിച്ചോളി പത്രമൊക്കെ. അതൊരു ഇൻഫർമേഷൻ നിൽക്കേ കാണാൻ പാടുള്ളൂ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മളറിയില്ല നമ്മുടെ ആയുസ് അതിലൂടെ എത്രയോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഒരു 4-5 വർഷം വരെ ഇന്നിപ്പോൾ നമ്മുടെ ആയുസ് കുറയാൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓട്ടോമാറ്റിക് സ്ക്രോളിംഗ് ഒക്കെ ആയിരിക്കും. ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട്, ഞാൻ ആരോടും എൻ്റെ കാണണമെന്ന് പറയാറില്ല. ചിലരോട് ഞാൻ കാണരുതെന്ന് പ്രത്യേകം പറയും, കാണരുതെന്ന് പറയും. കാരണം അസുഖങ്ങളെക്കുറിച്ച് അവരറിയണ്ട, കാരണം അവർക്കത് അറിയുമ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണം കാരക്കയാണല്ലേ. ഈ കാരക്ക വെറുതെ അല്ല കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് ഗുണങ്ങളുണ്ട്. നാരുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, പിന്നെ ഒരു ചെറിയ അളവിലൊക്കെ ബി കോംപ്ലക്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു എനർജി റിസ്റ്റോർ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ് കാരക്ക എന്ന് പറഞ്ഞാൽ. ഓവറായി കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഓവർ ആവരുത്. ആ മിനിമം ക്വാളിറ്റി ഇല്ലേ, മാക്സിമം 5 എണ്ണം, അതിലപ്പുറം പോകാൻ പാടില്ല. ഷുഗർ ഉള്ളവരാണെങ്കിൽ 1-2 അതിലപ്പുറം പോകരുത്. അപ്പം നമ്മുടെ പിന്നെ ഈ ഗ്യാസ്ട്രിക് ആസിഡൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആസിഡ് പ്രശ്നങ്ങളൊക്കെ നോമ്പ് സമയത്ത് ഉണ്ടാകുമ്പോൾ അതൊക്കെ കുറക്കാൻ ഈ കാരക്ക കഴിക്കുന്നതുകൊണ്ട് പറ്റുന്നുള്ളതാണ്. പിന്നെ കാരക്കയിലെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള എന്ത് ഭക്ഷണം കഴിച്ചാലും അത് നമ്മുടെ ഹൃദയത്തിനും നമ്മൾ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നത് തടയാൻ പറ്റുന്ന നല്ലൊരു ഫ്രീ മരുന്നാണത്, പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. ഈ സോഡിയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അത് ചെയ്യുക. സോഡിയം അപകടം ഉണ്ടാക്കുമ്പോൾ പിന്നെ ഈ കാരക്ക രാവിലെ പുലർച്ചക്കും നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്തും അവസാനം 2-3 കാരക്ക കഴിക്കുന്നതാണ് നല്ലത്. കാരണം ഈ മസിൽ കോച്ചിപ്പിടുത്തം, വെള്ളം പോയിട്ടൊക്കെ ഉണ്ടാകുന്ന കോച്ചിപ്പിടുത്തം ഉണ്ടല്ലോ, ഇതൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. പിന്നെ ഹൃദയത്തിൻ്റെ താളം നിലനിർത്താൻ, പിന്നെ നോമ്പിൻ്റെ സമയത്തുണ്ടാകുന്ന നിർജ്ജലീകരണം, ഇതൊക്കെ കുറക്കാൻ അത് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് നാരും അടങ്ങിയിട്ടുണ്ട്, അത് നമ്മുടെ വയറിന് നല്ലതാണ്. പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഫ്രീ റാഡിക്കൽസ്. ഇപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു ജീവവായുവാണ്. ഈ ഓക്സിജൻ O2 ആയി നിലനിൽക്കുമ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്, നമുക്ക് ജീവിക്കാനുള്ള ഇന്ധനമാണ്. ഈ O2 വിഘടിച്ച് 2 O ആയാലോ അത് അപകടമാണ്. ഇത് ഫ്രീ റാഡിക്കൽസ് എന്നാണ് പറയുക. ഇത്തരം ഭക്ഷണങ്ങൾ, ഈ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ കാരക്ക പോലത്തെ അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഒക്കെ കഴിക്കുമ്പം ഇതിനെ വിഘടിക്കുന്നതില്ലാതായിട്ട് എന്താക്കും, ഇതിന് നല്ല എനർജൈസ്ഡ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അത് പ്രായം കൂടി വരുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെ വല്ലാതെ കൂടി വരും. അത് കുറക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ ഫ്ലെവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം, ആർക്കും പറയേണ്ട കാര്യമല്ല, കാരക്ക കുറിച്ച് തന്നെയാണ് മുറിച്ചത്. അപ്പം നമ്മളെ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, 1-3 കാരക്ക, വെള്ളം, എന്നിട്ട് മഗ്‌രിബ് നിസ്കരിക്കുക, എന്നിട്ട് പ്രോട്ടീനും ഫൈബറും ചെറിയ നേരത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമെന്നറിയോ, നമുക്ക് റമദാൻ ഓവർ ഈറ്റിംഗ് സിൻഡ്രോം എന്നൊരു സംഭവമുണ്ട്. ഈ സാധനങ്ങൾ കൂടി കഴിച്ചിട്ട് ഇങ്ങനെ ഭാന്ന് വയറും വെറുത്ത് ഇങ്ങനെ ഫ്ലാറ്റായി കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ചെറുനാരങ്ങ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറക്കുന്നവരാളുള്ളത്, അത് ചിലപ്പോൾ അസിഡിറ്റി ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അത് ചിലവർക്ക് അസിഡിറ്റി ഉണ്ടാക്കാത്തവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് പറഞ്ഞതിൻ്റെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. എന്താണ് നിങ്ങൾ നിർത്താൻ തീരുമാനിച്ചത്? സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്താൻ തീരുമാനിച്ചത് എന്തൊക്കെയാണ്? രാത്രി വൈകിട്ട് സ്നാക്ക് കഴിക്കുന്നത് അല്ലേ, പിന്നെ ഡീപ്പ് ഫ്രൈഡ് ചെയ്ത കാര്യങ്ങൾ. ഇന്നോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചൊരു കാര്യം, പലരും എക്സസൈസ് നിർത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും എക്സസൈസ് നിർത്തരുത്. അപ്പോൾ ഇന്ന് നമ്മളെ അംജദ് ഭായി എന്നെ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അത് ഒരിക്കലും നിർത്തരുത്. അത് ആഴ്ചയിൽ ദിവസം 30 മിനിറ്റ് വെച്ചിട്ട് ആഴ്ചയിൽ 5 ദിവസം അത് അതിൻ്റെ ഒരു ഇതിലൂടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഗ്രൂപ്പായിട്ട് ചെയ്യാൻ എത്ര ഉപകാരമാണ്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പറഞ്ഞതിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാരക്ക കഴിക്കുന്നതും ഇതൊക്കെ അല്ലേ. ഓക്കെ.
ഇവിടെ ഉദ്ഘാടകത്തിന് വേണ്ടിയിട്ട് ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്.